പുഴയുടെ സൗന്ദര്യം നോക്കി ചായ കുടിച്ചോണ്ട് നിൽക്കണേ. ആ കള്ളപ്പ കാശ് കൊടുത്തിട്ട് കുറെ നാളുണ്ട് ഇങ്ങനെക്കണവൻ അവന് പൊക്കണം. നീ ഹോൺ അടിക്കില്ല കള്ളപ്പന്നി. അയ്യോ മുതലാളി, മുതലാളിനെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുന്നു. മുതലാളി ഇങ്ങനെ വന്നാ നീ ഉണ്ടാക്കണ വർത്താനം പറയല്ലേ. നീ കാശ് പിടിച്ചിട്ട് എത്ര നാളോ മുതലൂടെ പലിശയില്ലോ. മുതലും പലിശ ഉൾപ്പെടെ തന്നെ ഇടണം. കാശ് മേടിച്ചിട്ട് മുങ്ങാൻ കളഞ്ഞു. എന്തൊരു ചെയ്യണ്ടേ? നാളെ കാലത്തന്നെ എനിക്കത് കാശ് ഇടണം. വൈകുന്നേരം തരാം മുതലാളി. കള്ള നീ ഒന്നില്ലെങ്കിൽ ഒരു കള്ളനല്ലേ. നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും മോഷ്ടിച്ചൂടെ എനിക്ക്? ശരിയടാ, നീ നിന്റെ വണ്ടി താക്കോൽ എടുത്ത് കൊടുത്തേ. മുതലാളി താക്കോൽ എടുത്ത് കൊടുക്കാ. ഞാൻ വണ്ടി എടുത്തോ. ഞാനേ എന്റെ കൊച്ചിനെ കൊണ്ട് പോകണം. താഴേക്കുന്ന എന്റെ കുടുംബത്തിനെ എന്നെ ഒരു തരി പൊന്നു കിട്ടൂല. എടി ഇനി അങ്ങനെ പറയല്ലേ എടി. ആ അമ്മേ, പറയാമ്മേ. അപ്പച്ചൻ്റെ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നാളെയാണെന്ന് അറിയാല്ല. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അമ്മേ. പൂച്ചേന്ന് തോന്നണ്. അതെ, മോനെ അമ്മ ഈ ഒരു കാരണം കൊണ്ടാണ് അവള് വീട്ടിൽ നിന്ന് കൊച്ചിനെ കൊണ്ട് ഇറങ്ങിപ്പോയത്. അപ്പൻ്റെ ശസ്ത്രക്രിയക്ക് അമ്മ ആല ചോദിച്ചതാണ് കാരണം. സാരമില്ല മോനെ, ഇനി അവളോട് അത് ചോദിക്കണ്ട. ഞാനേ ആ കഴുത്തിറക്കണ കുഞ്ഞപ്പനോടെ കുറച്ച് കാശ് പലിശക്ക് ചോദിച്ചിട്ടുണ്ട്. കാശ് പിടിച്ചിട്ട് എത്ര നാളോ മുതലൂടെ പലിശയില്ലോ. മോനെ ആഹാരം കഴിച്ചാ? അമ്മ അവളോട് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പുറത്തുനിന്ന് 6 ചപ്പാത്തിയും കറിയും വെച്ചിട്ടുണ്ട്. രാത്രി വിശപ്പെടുക്കണ്ടേ.
പുറത്തൊക്കെ അറിയല്ലാണ്ട് വേറെ ഒന്നും ഇല്ലേ അവിടെ? അമ്മ തന്നെ അച്ചാറോട് ഇരിക്കാനുണ്ട്. എന്നാ ശരി മോനെ, മോനെ ഇറങ്ങിക്കോ, അമ്മ വെക്കട്ടെ. എന്നാ ശരി അമ്മേ. അപ്പച്ചൻ്റെ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നാളെയാണെന്ന് അറിയാല്ല. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അമ്മേ. ഞാനേ ആ കഴുത്തിറക്കണ കുഞ്ഞപ്പനോട് കുറച്ച് പലിശക്ക് കാശ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കള്ള നീ ഒന്നില്ലെങ്കിൽ ഒരു കള്ളനല്ലേ. നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും മോഷ്ടിച്ചൂടെ എനിക്ക്? മാഷേ, ഞാനൊരു കള്ളനാണ്. ചെറുപ്പത്തിലെ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സാഹചര്യം മൂലം ആഭരണം മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അമ്മയുടെ വാക്കുകളും മാഷിൻ്റെ വാക്കുകളും കേട്ടപ്പോൾ എൻ്റെ മനസ്സ് പതറിപ്പോയി മാഷേ. എനിക്കുമുണ്ട് അച്ഛനമ്മയും ഭാര്യയും കുട്ടികളും. മാഷേ, ആരും കള്ളനും കുറ്റവാളിയുമായി സ്വയം മാറുന്നതല്ല, അവരുടെ ജീവിത സാഹചര്യമാണ് അങ്ങനെ ആക്കി മാറ്റുന്നത്. ഞാൻ താലിമാല ഇവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ അമ്മയുടെ കയ്യിൽ പണം എത്തിക്കണം. അപ്പൻ്റെ ശസ്ത്രക്രിയ നടക്കട്ടെ. പിന്നെ അമ്മയോട് പറയണം, അച്ചാറ് സൂപ്പർ. എൻ്റെ ഗുരുനാഥന് എനിക്ക് തരാൻ പറ്റുന്ന വലിയ ഗുരുദക്ഷിണയായി ഇത് സ്വീകരിക്കണം എന്ന് സസ്നേഹം കള്ളൻ.